ഇബ്നു ഹദ്ദാദ് തങ്ങള് ഹിജ്റ 1132 വഫാത്താകുന്നത്. അവര് തമ്മിൽ തന്നെ ഏകദേശം 500 വർഷത്തിലധികം ഡിഫറൻറ് ഉണ്ട്. ഹദ്ദാദ് രചിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് തങ്ങളെ ഹളർമൗത്തിലാണ് അവരുടെ മഹാനവരുടെ ഖബറുള്ളത്, അല്ലാതെ ഇവിടെയല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആളുകൾ തങ്ങളെ പറയുമ്പോൾ ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന വലിയൊരു മുഫ്തിയാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇൽമു നുകരാറുണ്ട്. ഒരുപാട് ദാനം ധർമ്മം ചെയ്യുന്ന മഹാനാണ് മഹാനായ സ്വഹീബ് മിർബാദ് തങ്ങൾ. സ്വഹീബ് മിർബാദ് തങ്ങൾ എന്നാണ് വിളിക്കപ്പെടാറ്. പൂർണ്ണമായ പേര് മുഹമ്മദ് ബിൻ അലി ബാലവി എന്നാണ് പൂർണ്ണ. അവിടുത്തെ വിളിക്കുന്നത് സ്വഹീബ് മിർബാദാണ്. മിർബാദുകാരെ സ്വഹിബ്. പഴയകാലങ്ങളിൽ അവിടെയാണ് ആളുകളൊക്കെ താമസിക്കുന്നത്. സലാലക്കാർ കൂടുതൽ. അത് പഴയ ഒരു പട്ടണം കൂടിയാണ്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ പോകുമ്പോൾ ആ വഴികളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പഴയ കാലത്തൊക്കെ താമസിച്ച വീടുകൾ, കാര്യങ്ങളൊക്കെ. മഹാനവറുകൾ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന മഹാനാണ്. ഒരുപാട് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളികൾ പണിത് ചെയ്തു കൊടുത്ത മഹാനാണ്. മിർബാദിലെ ആദ്യം മഹാനവറുകൾ എടുത്ത പള്ളി അത് നമുക്ക് കാണാൻ കഴിയും ഇൻഷാഅല്ലാഹ്. അതോടൊപ്പം തന്നെ ഓരോ ദിനങ്ങളിലും മഹാനവറുകൾ 200 ദിനാറ് വെച്ചിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജീവിതത്തിന്റെ സിംഹഭാഗങ്ങളും ഇരുന്ന വലിയ മഹാനാണ് സ്വഹീബ് മിർബാദ് തങ്ങൾ. 70-ലധികം വീടുകൾ മഹാനവറുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. 70-ലധികം വീടുകൾ. പക്ഷെ അത് ഒരു ഏകദേശ കണക്കാണ്, അതിൽ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഏകദേശം സയ്യിദന്മാരും മഹാനായ സ്വഹീബ് മിർബാദ് തങ്ങളെ പരമ്പരയിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് ശിഷ്യന്മാരുള്ള മഹാനാണ്. മകൻ അലവിയുടെ സന്താന പരമ്പരയിലാണ് ഹദ്ദാദ് തങ്ങൾ വരുന്നത്. നമ്മുടെ ഹദ്ദാദ് തങ്ങൾ മകൻ അലവിയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് വരുന്നത്. മിർബാദ് തങ്ങളെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാല് അവിടുത്തെ ആ ഒരു ബോർഡിൽ സുന്നി എന്ന എഴുതി കാണാം. സുന്നി എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് വെച്ചാൽ മഹാനവറുകൾ ഇവിടെ തരീമിൽ നിന്ന്, യമനിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്ന സമയത്ത് നമ്മളെ ഇബാദി ആ ഒരു ആശയക്കാരുള്ള കുറച്ച് ആളുകൾ ഇവിടെ പ്രചരണം നടത്തുകയും അതിനെതിരെ മഹാനവറുകൾ പോരാട്ടം നടത്തുകയും അങ്ങനെ ആ പേര് വന്നതാണ് സുന്നി എന്ന് പറഞ്ഞിട്ടുള്ള ആ മഹാനവറുകൾ. തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു ബോർഡിൽ തന്നെ, ആ പരമ്പര എഴുതിയ ബോർഡിൽ തന്നെ മഹാനവറുടെ പേരടക്കം അവസാന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വരെ എത്തുന്ന ഒരു പരമ്പര നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 ചുമലിലും തയമ്പ് മഹാനവറുകൾക്ക് വന്നിട്ടുണ്ട് തന്നെ. പാവങ്ങളുടെ സാധനങ്ങൾ എടുത്ത് സഹായിച്ചു കൊടുത്തതിന്റെ ആ ഒരു തയമ്പാണ് മഹാനവറുകൾക്ക് 2 ചുമലിലും വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സലാലിൽ വന്നിട്ട് സ്വഹീബ് മിർബാദ് തങ്ങളെ കാണാത്തവര് അവിടുത്തെ മക്ബറ സിയാറത്ത് ചെയ്യാതെ പോകുന്നത് വലിയ നഷ്ടമാണ്. അത്രയും വലിയ മഹാനാണ് മിർബാദ് തങ്ങൾ. നമുക്ക് ഒരുപാട് മക്ബറകളെ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, സംശയങ്ങൾ പറയപ്പെടുന്നു എന്നൊക്കെ. അത് ചില നൂറ്റാണ്ടുകൾ വർഷങ്ങൾ വഴക്കുള്ളതായതുകൊണ്ട് ചില സ്ഥലങ്ങൾ ഒരേപോലെ തന്നെ മക്ബറകൾ പല രാജ്യങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ മിർബാദ് തങ്ങൾ, സ്വഹീബ് മിർബാദ് തങ്ങൾ കൃത്യമായിട്ട് രേഖകളും കൃത്യമായി അത് പരിപാലിച്ചു പോകുന്ന ഒരു മക്ബറയാണ്. അവിടുത്തെ ഒമാനികൾ, യമനിൽ അവിടുത്തെ ബാലവി കബീലകൾ, ബാവമർ കബീല, അവർ പരിപാലിച്ചു പോകുന്ന കൃത്യമായി മൗലൂദുകൾ നടത്തുന്ന അസറിന് ശേഷമൊക്കെ പരിപാടികളും കാര്യങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവിടെ പരിപാടികൾ യമനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നു വരുന്ന സയ്യിദന്മാര് ഒരുപാട് മൗലൂദ് നടക്കുന്ന ഒരു വലിയ മഹത്തായ സദസ്സാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് സാദാത്യങ്ങളും സയ്യിദന്മാരൊക്കെ അവിടെ മറവട്ട് കിടക്കുന്നുണ്ട്. വലിയ മഹാന്മാരൊക്കെ വലിയൊരു ഖബർസ്ഥാനാണ്. മഹാനായ നമ്മുടെ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് വരുമ്പോൾ ഇവിടെ സലാലിൽ വന്നപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി
പ്രത്യേകം ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നിർബാദ് പോകുമ്പോൾ ആ ഡ്രസ്സും എടുത്ത് ഞാൻ ഡ്രസ്സ് മാറ്റി ഇട്ടിട്ട് പോകണം, പുതിയ ഡ്രസ്സ് ഇട്ട് പോകണം എന്നുള്ളത്. അവരൊക്കെ ഷേഖന്മാരാണ്. അപ്പോൾ വലിയൊരു പ്രാധാന്യം. നേരെ നമ്മുടെ ഇവിടുത്തെ ഒമാനികളൊക്കെ വന്ന് നേരെ ഇസ്തിഗാസ നടത്തുക, യാ സ്വാഹിബ് മിർബാദ് എന്ന് വിളിച്ചിട്ട്, അല്ലെ യാ ബിൻ അലി എന്ന് വിളിച്ച് നേരിട്ട് ഇസ്തിഗാസ നടത്തി നേരിട്ട് അങ്ങോട്ട് മൂപ്പറോട് പറയുക ചെയ്യുക. അത്രത്തോളം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, മഹാനവറുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്നതാണ്. സ്വലാൽ എന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരുപാട് ഒമാനികൾ പറയും, നമ്മൾ അവിടുന്ന് എന്താണോ ഉദ്ദേശിച്ച് സ്വലാലിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടുന്ന് ഉദ്ദേശിച്ച് ആ സ്ഥലത്ത് മിർബാദ് എത്തിയാൽ മതി, കാര്യങ്ങളൊക്കെ റാഹത്തായിട്ടുണ്ടാവും. അത്രത്തോളം വിശ്വാസങ്ങളുള്ള ഒരുപാട് ആളുകൾക്ക്, സ്വദേശികൾക്കും വിദേശികൾക്കും അത്താണിയായ മഹാനാണ്. ചിലപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഇടയ്ക്ക് നമ്മുടെ പ്രവർത്തകരൊക്കെ പ്രയാസപ്പെടുമ്പോൾ രാത്രിയൊക്കെ അവിടെ പോകാൻ, ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി നമ്മളങ്ങ് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഒമാനികൾ അവിടെ ഇരുന്ന്, എത്ര ഒമാനികളാണ്, പലരും ഇങ്ങനെ ഇരുന്ന് അവിടെ തസ്ബീഹ് ചെല്ലുന്നു, അവിടെ ദിക്ർ ചെല്ലുന്നു, സ്വലാത്ത് ചെല്ലുന്നു. അങ്ങനെ അവിടെ മുഴുകിയിരിക്കുന്ന ഒരുപാട് ഒമാനികളെയും മസ്കറ്റിൽ നിന്ന് വരുന്ന പിന്നെ ആളുകളുണ്ട്. അങ്ങനെ പലരെയും നമ്മൾ കാണപ്പെടാറുണ്ട്. അങ്ങനെ അത്രയധികം മഹത്വമേകിയ ഒരു ഖബറാണ് മഹാനായ സ്വാഹിബ് മിർബാദ് തങ്ങളെ, സ്വാഹിബ് മിർബാദ് തങ്ങളുടെ മിർബാദിലുള്ളത്. മിർബാദ് തങ്ങളെ നമ്മള് ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ ഹദ്ദാദിൽ, പൂർണ്ണമായ ഹദ്ദാദിൽ ഒക്കെ ഉള്ളതാണ് ഫഖീഹുൽ മുഖദ്ദം. അദ്ദേഹത്തിന്റെയും ആ മഹാന്റെയും വെല്ലുപ്പയാണ് ഇവിടെ കിടക്കുന്ന, ഉപ്പാടുപ്പയാണ് ഇവിടെ കിടക്കുന്ന സ്വാഹിബ് മിർബാദ് തങ്ങൾ. അപ്പൊ ചെറിയ ഒരാളൊന്നല്ല. ഹിജറ 556 എന്ന് വെച്ചാല് മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഖുത്ബുൽ ഖത്താബ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ ഏകദേശം ആ കാലത്താണ് മഹാനും ജീവിച്ചിരുന്നത്. അപ്പോൾ അവരും ഏകദേശം 500 ചില്ലറ ആ വർഷത്തിലാണല്ലോ. വലിയ മഹാനായ ആ സ്വാഹിബ് മിർബാദ് തങ്ങൾ നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ തന്നെ ആ മഖ്ബറയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു റാഹത്തായിരിക്കും. നാട്ടിലുള്ള നമ്മളെ മമ്പുറം മക്കാമിലും സിഎം വലിയുള്ള മക്കാം ആ ഒരു റാഹത്ത് നിങ്ങൾക്ക് ആ മഖ്ബറയിലേക്ക് കയറുമ്പോൾ ചെല്ലാൻ പറ്റും. പരിസരത്തുള്ള ചില്ലറക്കാരൊന്നല്ല, ഒരുപാട് മഹാന്മാരുണ്ട്. മുഹമ്മദ് അലിയുൽ ഖൽഇ എന്ന് പറഞ്ഞിട്ട് സ്വാഹിബ് മിർബാദ് തങ്ങളുടെ കാലശേഷം വന്ന, അവരുടെ വഫാത്തിന് ശേഷം വന്ന